ഇത്രയും കാലം പുറകെ നടന്ന് നീ എനിക്ക് അവസാനമായിട്ട് സമ്മതം തന്നപ്പം ഞാൻ അത് നെറ്റിനകത്ത് പോസ്റ്റ് ചെയ്യണ്ടേ? അതാ ഞാൻ ഇട്ടെ. അത് നിനക്കൊല്ലം പ്രശ്നമുണ്ടോ? ഇതിന് അവൻ ചോദിക്കുമ്പോൾ അവളും ഇല്ല എനിക്കൊന്നും പ്രശ്നമില്ല. ഇതിന് അവളും പറയുമ്പോഴാണ് അവനും പിന്നെന്തോ കുഴപ്പം? നിനക്കും പ്രശ്നമില്ല എനിക്കും പ്രശ്നമില്ല. ഇനിയിപ്പോ നമുക്ക് ഡേറ്റിനോ? ഇതിന് അവനും വിളിക്കുമ്പോഴാണ് ഇവരുടെ സംസാരം കേട്ട് അവന്മാരും ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് മിങ് അവരെ നോക്കിയിട്ട് എന്തുവാടാ നിങ്ങളും ഡേറ്റിനായിരുന്നോ? ആദ്യം ഇവിടെ സ്ഥലം വിട്ട. ഇതിന് അവെല്ലാം പുറത്താക്കിയിട്ട് ഷാൻസിയെ വിളിച്ചോണ്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവളും അമ്മിങ് നീ സീനിയറില്ല അപ്പം എന്നെക്കാളും മുമ്പേ പഠിച്ചിറങ്ങും. അതിനുശേഷം നീ എന്താ പഠിക്കാനാ പ്ലാൻ? ഇതിന് അവൾ ചോദിക്കുമ്പോൾ അവനും ഷാൻഷായി ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് ഇനി വിദേശത്ത് പോയി വേറെ കോഴ്സ് എടുക്കണം. എന്നിന് അവനും പറയുമ്പോഴാണ് അവളും ചെറുതായിട്ട് അപ്സെറ്റ് ആയി. അപ്പൊ ഞാൻ പഠിച്ചിറങ്ങുന്ന മുമ്പേ നീ ഇവിടെ നിന്ന് പോവല്ലേ? എന്നിന് അവൾ വിഷമിക്കുന്നുണ്ട്. അവനും ഷാൻഷായി എങ്കിൽ പിന്നെ ഞാൻ പോകണ്ടെങ്കിൽ നീ എന്നോട് പ്ലീസ് പോകണ്ടെന്ന് കെഞ്ചിയാൽ മതി. അങ്ങനെയാണ് ഞാൻ പോകത്തില്ല. എന്നിന് അവൻ പറയും. അവനാണ് അവളും ഞാനൊന്നും കഞ്ചത്തില്ല. എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട അവനും എങ്കിൽ ശരി നീ കഞ്ചണ്ട. അല്ലാതെ തന്നെ ഞാൻ ഡിസിഷൻ എടുത്ത് നിനക്ക് വേണ്ടി ഞാൻ ഇവിടുന്ന് താമസിച്ചേ പഠിച്ചിറങ്ങുന്നു. അതായത് നീ എപ്പോഴാണ് പഠിച്ചിറങ്ങുന്നത് അപ്പോഴേ ഞാൻ ഇറങ്ങത്തുള്ളൂ. എന്നിന് അവനും പറഞ്ഞോടെ അവളും മൊത്തത്തിൽ സന്തോഷത്തിലാണ്. അതേസമയം സൈനയെ കാണാൻ വേണ്ടി മറ്റൊരാളുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് അവളോടൊക്കെ നടന്നു വരുന്നിട്ട് അവനും സൈന എനിക്ക് ഇതിനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്നിന് അവനും വിളിക്കുമ്പോഴാണ് അവളും സോറി ഞാനിപ്പം ബിസിയാ, ഞാൻ എന്റെ ബോയ് ഫ്രണ്ടായിട്ട് ഡേറ്റിങ്ങിന് പോവുക. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും ബോയ് ഫ്രണ്ട് ആയിട്ടോ? എങ്കിൽ ശരി ഞാൻ നിന്നെ കൊണ്ടാക്കാം. എന്നിന് അവളും വിളിച്ചോണ്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പനാണ് അവന്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി അവളും നേരെ ഫെങ്ങിനെ വിളിച്ച് ഈ കാര്യമെല്ലാം പറയും. അങ്ങനെ ഇത് കേട്ട് ഫെങ് അവിടേക്ക് വരുമ്പോഴാണ് അവളും പറയുന്നത് ഫെങ് നീ എനിക്കൊരു സഹായം ചെയ്യണം. അവന്റെ ഫ്രണ്ട് നീ എന്റെ ബോയ് ഫ്രണ്ടായിട്ട് ആക്ട് ചെയ്യണം. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും അതിനിപ്പോ എന്തുവാ ഇപ്പൊ നോക്ക് എന്റെ ആക്ടിങ്. എന്നിന് അവളെ വിളിച്ചോണ്ട് അകത്തേക്ക് പോകും. അപ്പോഴാണ് അവന് ഫെങ്ങിനെ കണ്ടിട്ട് സൈന നിന്റെ ബോയ് ഫ്രണ്ട് വരാൻ ഇത്ര ലേറ്റ്? എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും അതോ ഞാൻ അവനോട് സമയം പറഞ്ഞില്ലായിരുന്നു എന്റെ തെറ്റ. എന്നിന് അവൾ പറയുമ്പോഴാണ് ഫെങ്ങും പിന്നെ നീ ഡ്രിങ്ക്സ് അടിക്കുവോ? ഞാൻ വേണം വാങ്ങിച്ചു തരാം. എന്നിന് ഫെങ്ങും ചോദിച്ചോടെ ഇത് കേട്ട് മറ്റവനും ഞാനെന്തോ കൊച്ചു അതിനാണോ ഡ്രിങ്ക്സ് ഒന്നും അടിക്കാതിരിക്കാൻ? ഞാൻ കുടിക്കാത്ത ഡ്രിങ്ക്സ് ഇല്ല. ഇതിന് അവനും പറയുമ്പോഴാണ് ഫെങ്ങും അങ്ങനാണോ? എങ്കിൽ ശരി നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഒരു ഡ്രിങ്ക്സ് വാങ്ങിച്ചു തരാം. എന്നിന് അവിടെ ഉള്ള ഒരാളിനോട് ഏറ്റവും എരിയുള്ള ഒരു ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യും. അങ്ങനെ അതും വാങ്ങിച്ച് പരസ്പരം അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചെടുക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് സൈന ടെൻഷനായി. എങ്കിൽ ശരി ഈ വൈൻ ഞാൻ തന്നെ കുടിച്ചോളാം. എന്നിങ്ങനെ മൊത്തത്തിൽ അവളെടുത്ത് കുടിച്ച് ഇന്നലത്തെ പോലെ ബോധം കെട്ടങ്ങ് വീഴും. അതിനുശേഷം പഴയതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ആരാ വീട്ടിൽ കൊണ്ടാക്കണം എന്ന് പറഞ്ഞ് പരസ്പരം അടി ഉണ്ടാകുമ്പോൾ തന്നെ അവൾ തറയിൽ വീണ് ഫേസി മൊത്തം അടിയാകും. എന്നിട്ട് വീണ്ടും വീട്ടിൽ ചെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് അവൾക്ക് ഈ ഫേസ് എങ്ങനെ മുറിവെന്ന് മനസ്സിലായിരിക്കും. അതിനുശേഷം മിങ്ങിന്റെ അമ്മയും തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഈ കാര്യം അറിഞ്ഞ് പെട്ടെന്ന് ഷാൻഷി ടെൻഷനായി അവരുടെ ലക്കേജ് ഒക്കെ എടുത്ത് അവിടെ നിന്ന് പോകാൻ നോക്കും. പക്ഷെ അതിനു മുമ്പ് അവരുടെ അമ്മ അകത്തേക്ക് വരുമ്പോഴാണ് ഷാൻഷി വേറെ വഴിയില്ലാതെ ടേബിളിന്റെ താഴെ ഒളിഞ്ഞിരിക്കും. അപ്പോഴാണ് അവന്റെ അമ്മ വരുന്നുണ്ട്. അവിടുത്തെ ജോലിക്കാരൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ അകത്ത് ഷാൻഷിയുടെ ഫോൺ റിംഗ് അടിക്കും. അപ്പൊ ഇത് കേട്ട അമ്മയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ജോലി ചെയ്യുന്ന സമയത്ത് ഫോൺ സൈലന്റിലായിരിക്കണമെന്ന്. ഇതിന് അമ്മയും ദേഷ്യപ്പെടുമ്പോഴാണ് അവരെല്ലാരും കൂടെ അവരുടെ ഫോൺ അല്ലെന്ന് അറിയും. അപ്പോഴാണ് ഷാൻഷിയും പെട്ടെന്ന് ആ സൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ തന്നെ അമ്മ ശബ്ദം കിട്ടി അടുത്തേക്ക് വരും. അതിനുശേഷം അവളെ കണ്ടതോടെ അമ്മയും ദേഷ്യത്തി ഇവളെ ആദ്യം ഈ വീട്ടിനകത്ത് കയറ്റിയ. ഇതിന് അമ്മമ്മയോട് ചോദിക്കുമ്പോഴാണ് അവരും ഞാൻ അവളെ ജോലിക്ക് ചേർത്ത്. ഇതിന് അവർ പറയും. അപ്പോഴാണ് അമ്മയും ദേഷ്യത്തി നിങ്ങളോട് ആര് പറഞ്ഞു ഇവളെയൊക്കെ ജോലിക്ക് ചേർക്കാൻ? ഇപ്പൊ തന്നെ ഇവളെ ഇവിടെ നിന്ന് പുറത്താക്ക്. ഇതിന് അമ്മയും പറയുമ്പം ഇത് കേട്ട അമ്മയും സോറി മാഡം എനിക്ക് ഷാൻഷിയെ പുറത്താക്കാൻ സാധിക്കത്തില്ല, കാരണം ഞാൻ അവൾ ഇവിടെ ജോലിക്ക് ചേർത്തേക്കുക. എന്നിന് അവരും പറയുമ്പോൾ തന്നെ അമ്മയും ദേഷ്യത്തി നിങ്ങൾക്ക് അത്രയും ധൈര്യം വന്നോ? 60 വർഷം ഞങ്ങൾക്ക് വേണ്ടി ജോലി എന്ന് പറഞ്ഞ് എന്നെ എതിർത്ത് തന്നെ സംസാരിക്കുന്നു. ഇവിടെ ഞാൻ ഓണർ, അത് മനസ്സിലാക്കിയോ? അതിന് അവർ പറയുമ്പോഴാണ് അമ്മയും മാഡം നിങ്ങൾ ഓണർ, പക്ഷെ ഈ വീട്ടിൽ ആരെയൊക്കെ ജോലിക്ക് ചേർക്കേണ്ടതെന്ന് എനിക്ക് അവകാശമുള്ള, അത് ഞാൻ പറഞ്ഞല്ല, നിങ്ങളുടെ അച്ഛൻ എനിക്ക് തന്ന ഓർഡർ, അത് ആ വാക്ക് നിങ്ങൾ ഒരിക്കലും മറക്കല്ല്. എന്നിന് അവരും പറയുമ്പോൾ തന്നെ അമ്മ വേറെ വഴിയില്ലാതെ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഷാൻഷയും ഫീൽ ചെയ്ത് കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അമ്മയും ഷാൻഷയ് നീ എന്തിനാ ഇപ്പൊ വെറുതെ കരയുന്നത്? നിന്നെ ഇപ്പൊ കാണാൻ തന്നെ കൊള്ളത്തില്ല. എന്നിന് അമ്മയും പറയുമ്പോഴാണ് അവളും അതല്ല അമ്മൂമ്മ ഞാൻ നിങ്ങളെ ടെററായിട്ടാ വിചാരിച്ചത്, പക്ഷെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ വിചാരിച്ചു നോക്കിയില്ല. എന്നിന് അവൾ പറയുമ്പോഴാണ് അമ്മയും ഷാൻഷയ് എന്നെ നീ ടെററായിട്ട് വിചാരിച്ചോ? ഈ ഫേസിനകത്ത് എവിടെ ടെറർ? പോരാത്തിന് നീ കാരണം മിങ്ങിന്റെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആയ. അവൻ പഠിച്ച ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നീ വന്നതിന് ശേഷം അവന്റെ ലൈഫ് തന്നെ മൊത്തത്തിൽ മാറിപ്പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ടിന് ഈ അമ്മൂമ്മ എപ്പോഴും കാണും. എന്നിന് അവരും ഷാൻഷയ്ക്ക് ധൈര്യം കൊടുക്കും. അതിനുശേഷം ഈ കാര്യം മിങ് അറിയുമ്പോഴാണ് അവന് ഷാൻഷയെ വിളിച്ചോണ്ട് പുറത്ത് കേട്ട് ഷാൻഷയ് എന്റെ അമ്മ നിന്നോട് എന്തോ പറഞ്ഞു? അവൻ നിനക്കൊല്ലം പ്രശ്നം തന്നോ? എന്നിന് അവൻ ചോദിക്കുമ്പോൾ അവളും ഒമിങ് നിന്റെ അമ്മ എന്നെ ഒന്നും ചെയ്തില്ല, അമ്മൂമ്മ എനിക്ക് സപ്പോർട്ടിനുണ്ടായിരുന്നു. എന്നിന് അവൾ പറയുമ്പോൾ അവനും ഷാൻഷയ് സത്യം പറ എന്റെ അമ്മ നിന്നോടൊന്നും വഴക്കുണ്ടാക്കില്ല? എങ്കിൽ ശരി നീ പറയുന്നില്ല ഓക്കെ, ഞാനിപ്പോ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ പോവാ, നമുക്ക് രണ്ടുപേരും കൂടെ വേറൊരു വീട് നോക്കി താമസിക്കാം. എന്നിന് അവനും പറയുമ്പോഴാണ് അവളും എന്തുവാ വേറൊരു വീട്ടില്ല മീങ് അത് നീ നല്ലോണം പഠിക്ക്, നിന്റെ പൈസ പോലും ഇല്ല, പിന്നെ എങ്ങനെ വേറെ വീട്ടിലേക്ക് പോയി താമസിക്കുന്നത്? എന്നിന് അവളും പറയുമ്പോൾ അവനൊന്നും മിണ്ടാതെ അവിടെയുള്ള ഫുഡ് കഴിച്ചിട്ട് ഇവർ പുറത്തേക്ക് പോകും. അപ്പോഴാണ് വീണ്ടും അവനും ഷാൻഷയ് വാ നമുക്ക് അടുത്തെല്ലാം വീടുണ്ടെന്ന് നോക്കാം. എന്നിന് അവന് സീരിയസ് ആയിട്ട് ഇറങ്ങുമ്പോഴാണ് അവളും മീങ് ഞാൻ വിചാരിച്ചു നീ തമാശക്ക് പറയായിരിക്കുന്നു, നീ ഇത്രയും സീരിയസ് ആയിരുന്നു, ഇങ്ങി വാ നമുക്കൊരു സ്ഥലത്ത് പോവാം. എന്നിന് അവനും വിളിച്ചോണ്ട് മാളിൽ ചെന്ന് ഗെയിംസ് കളിച്ചോണ്ടിരിക്കും. അങ്ങനെ ഷാൻഷയും മിങ്ങിന്റെ അമ്മയെ മനസ്സിൽ വെച്ച് പഞ്ച് ചെയ്യുമ്പോഴാണ് അവൾ ആ ഗെയിം ജയിക്കുന്നത്. അതിനുശേഷം അവൾ അവനോട് ചോദിക്കും മിങ് നീ ഇതിന് എന്നെ ചൂസ് ചെയ്ത? ഞാൻ അത്രയ്ക്ക് സ്ട്രോങ് അല്ല, കൂടെ റിച്ചും അല്ല. ഇതിന് അവൾ പറയുമ്പോഴാണ് അവനും ഷാൻഷായി ആരും പറഞ്ഞ് സ്ട്രോങ് അല്ലെന്ന്, എന്റെ അമ്മയ്ക്കെതിരെ വേറെ ആരും ഇതുവരെ നിന്നിട്ടില്ല, പക്ഷെ നീ നിന്ന്, അതേപോലെ തന്നെ എന്നെ മാറ്റിയെടുത്ത് നീ, വേറെ എന്തോ വേണ്ട. കൂടാതെ സ്ട്രോങ് റിച്ചും ആൾക്കാരൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നു പറഞ്ഞില്ലല്ലോ, ഞാൻ എപ്പോഴും നിന്നെ മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ, കാരണം എനിക്ക് ഷാൻഷയെ ഇഷ്ടം. എന്നിന് അവനും പറഞ്ഞോടെ
അവള് സന്തോഷപ്പെടും. എന്നിട്ട് ഷാൻഷായും അമ്മയും എന്തായാലും നമുക്കുള്ള പ്രശ്നങ്ങളെല്ലാം ഇനി തൊട്ട് ഈക്വൽ ആയിട്ട് സോൾവ് ചെയ്യണം. അതുകൊണ്ട് നിന്റെ അമ്മയുടെ പ്രോബ്ലംസ് എല്ലാം ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം, നീ തന്നെ അല്ല ഒറ്റയ്ക്ക് സോൾവ് ചെയ്യണമെന്നില്ല. ഇതിന് അവൾ പറയുമ്പോഴാണ് അവനും പക്ഷെ ഷാൻഷായി ഇതിന് അവനും തുടങ്ങുമ്പോൾ തന്നെ അവൾ ചോദിക്കും മിങ് നിനക്കെന്നെ വിശ്വാസമില്ല. ഇതിന് അവൾ ചോദിച്ചോടെ അവൻ അവളെ മനസ്സിലാക്കി തിരിച്ചൊന്നും പറയത്തില്ല. അപ്പോഴാണ് ഇത് കേട്ട് സന്തോഷത്തിൽ ഷാൻഷായി പെട്ടെന്ന് അവനെ അടിപ്പിച്ച് കിസ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. ഇതോടെ നമ്മുടെ മിങ് മൊത്തത്തിൽ ഷോക്കാവും. അതിനുശേഷം മിങ്ങും ക്ലാസ്സിൽ ചെന്നിട്ട് ഷാൻഷയെ കിസ് ചെയ്താലോചിച്ച് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതേ കാണുന്ന നമ്മുടെ ഞാനും മിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടി ഫെങ്ങിനെ നോക്കും. അപ്പോഴാണ് അവന് മൊബൈലിൽ നോക്കി സൈനയെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും. ഇതോടെ മൊത്തത്തിൽ അവൻ ടെൻഷനായി. എടാ ഫെങ് നീ ആരുടെ കൂടെ ചാറ്റ് ചെയ്യുന്ന? എന്നിട്ട് അവന്റെ മൊബൈൽ തട്ടിപ്പറിക്കുമ്പോഴാണ് ഫെങ് അവന്റെ കൊടുക്കാതെ എടാ നീ നിന്നാൾ എന്നെ ശല്യപ്പെടുന്നത്, എടാ നോക്ക് മിങ് ഒറ്റയ്ക്കും ചിരിച്ചോണ്ടിരിക്കുന്ന അവനെ ചോദിര്. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഫെങ്ങും എടാ അവനൊരു ഗേൾ ഫ്രണ്ട് ഉള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം, പക്ഷെ നീ ആരാണ് ചാറ്റ് ചെയ്യുന്നത്? എന്നിട്ട് അവനും ചോദിക്കുമ്പോൾ ഫെങ് സീക്രട്ടാന്ന് പറഞ്ഞിട്ട് അവന് മൊബൈൽ തട്ടിപ്പറിക്കും. അതിനെ ശിവെല്ലാം പുറത്തേക്ക് സംസാരിക്കുമ്പോഴാണ് ഞാനും കണ്ടുപിടിച്ചിട്ട് എടാ ഫെങ് നീ സ്നേഹിക്കുന്ന ആ സൈനയാണോ? എന്ന് ഞാൻ ചോദിക്കും. അപ്പോഴാണ് അവനും ആ അവളെ തന്നെ, എന്തോന്ന് അറിയത്തില്ല, അവളെ കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ വേണം എങ്ങനെയൊക്കെ അവളെ സെറ്റാക്കി തരാൻ. എന്നിട്ട് അവന്മാരോടെല്ലാം സഹായം ചോദിക്കും. അതിനുശേഷം അവനും സൈനയെ വിളിച്ച് ഡേറ്റിന് എഴുതാൻ ചോദിക്കുമ്പോഴാണ് അവള് വീട്ടിൽ പ്ലംബിംഗ് വർക്ക് ചെയ്യുന്നുണ്ട് വരത്തില്ലെന്ന് അറിയും. അങ്ങനെ ഇത് കേട്ട് ഫെങ്ങും അവളെ നേരിട്ട് കാണാൻ തന്നെ തീരുമാനിക്കും. അതേസമയം മറ്റവൻ നേരെ സൈനയെ കാണാൻ വേണ്ടി തന്നെ അവളുടെ വീട്ടിലേക്ക് വരും. അങ്ങനെ സൈനയും പ്ലംബിംഗ് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് അവനകത്തേക്ക് ചെന്ന് അവൾക്കെല്ലാം സഹായം ചെയ്തു കൊടുക്കും. അതിനെ ശിവരണ്ടിന് പുറത്തിറങ്ങുമ്പോഴാണ് അവനും ചോദിക്കുന്നത് സൈന എന്റെ മനസ്സ് എന്തോളെന്ന് നിനക്കറിയാല്ല. എന്നിട്ട് അവനും പ്രൊപ്പോസ് ഒക്കെ ചെയ്യാൻ വരുമ്പോഴാണ് കറക്റ്റ് അതേസമയം ഫെങ് അവിടെ വരുന്നുണ്ട്. സൈന അടുത്തേക്ക് ചെന്ന് ആ എന്റെ ബോയ് ഫ്രണ്ട് ഒന്നല്ല എന്നിട്ട് അവന്റെ അടുത്തേക്ക് ചെന്ന് നിൽക്കും. അപ്പോഴാണ് ഫെങ് അവനെ കണ്ടിട്ട് ഓ സൈന ഇവനെന്ത് ഇവിടെ പ്ലംബർ ജോലി ചെയ്യാൻ വന്നതാണോ, പൈസ എല്ലാം കൊടുക്കാണ്ട് കൊടുത്തേക്ക് പാവൻ വീട്ടിൽ പോയിട്ട്. എന്നിട്ട് അവനും പറയുമ്പം ഇത് കേട്ട് മറ്റൊന്നും തിരിച്ചൊന്നും പറയാതെ അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് സൈനയും ഫെങ് അവൻ ഞാൻ വിളിച്ചിട്ടല്ല വന്ന്, അവൻ തന്നെ ഇങ്ങോട്ട് വന്ന്. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും സൈന ഞാൻ നിന്നോട് റീസണും ചോദിച്ചില്ലല്ലോ. എന്നിട്ട് അവനും പറയുമ്പോഴാണ് അവളും ഓ ഞാനും നിന്നോട് ചുമ്മാ അറിഞ്ഞ. എന്നിട്ട് അവൾ പറയും. അപ്പോഴാണ് അവനും പെട്ടെന്ന് സൈന എനിക്ക് നിന്നോട് ഫീലിങ്സ് ഉണ്ട്, ഞാൻ വിചാരിക്കുന്നത് ഹെലി നിന്നെ ഇഷ്ടമാണെന്ന്, നിനക്കെന്നെ ഇഷ്ടമാണോ? എന്നിട്ട് അവനും ചോദിച്ചവിടെ അവൾ മതി ഷോക്കായി. ഫെങ് അതിങ്ങനെ പെട്ടെന്ന് പറയുന്ന കാര്യമല്ലല്ലോ, ഞാൻ കുറച്ച് ആലോചിക്കട്ടെ. എന്നിട്ട് അവൾ പറയും. ഇത് കേട്ടവനും ആ നീ ആലോചിച്ചോ, ടേക്ക് യുവർ ടൈം. എന്നിട്ട് അവനും പറയുമ്പോഴാണ് അവളും ഓ അത്ര എളുപ്പത്തിൽ നീ വിട്ടോ, ഞാൻ വിചാരിച്ചു നീ ഇപ്പൊ തന്നെ ആൻസർ ആണെന്ന് ചോദിക്കുമായിരിക്കുമെന്ന്. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും സൈന ഇനി ഞാൻ ചോദിച്ചോണ്ടിരുന്ന നിന്റെ ഫേസിലെ റിയാക്ഷൻ എല്ലാം മാറും, എനിക്ക് വേണ്ടത് നിന്റെ ഫേസിൽ സന്തോഷം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ടേക്ക് യുവർ ടൈം. എന്നിട്ട് അവനും പറയും. അതേസമയം ഷാൻഷായും സ്കൂളിന്റെ ടോപ്പിൽ ചെന്ന് തന്നെ സംസാരിച്ചോണ്ടിരിക്കും. ഷാൻഷായി നീ പെട്ടെന്ന് അവനെ കിസ് ചെയ്തല്ല, ഇനി അവെല്ലാം തെറ്റിയിരിക്കോ? എന്നിട്ട് അവളിങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഇത് കേട്ട് ഹൂ അടുത്തേക്ക് വന്ന് ഷാൻഷായി ആരെ കിസ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് അവനും വന്നോളെ അവളും ഷോക്കായി ഒന്നും പറയായിരിക്കും. അപ്പോഴാണ് അവനും ഷാൻഷായി നീ അവനെ കിസ് ചെയ്ത് തെറ്റൊന്നുമില്ല, വേണേ ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് നീ എനിക്കൊരു കിസ് തരാ. എന്നിട്ട് അവനടുത്തേക്ക് വരുമ്പം അവൾ സൈലന്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് അവനും ഷാൻഷായി നീ മിങ്ങിനെ കിസ് ചെയ്ത് തെറ്റില്ല, കാരണം നിനക്കിപ്പോ എന്നെ കിസ് ചെയ്യാൻ സാധിച്ചില്ല, അതിനർത്ഥം നിനക്ക് അവൻ ഇഷ്ടമാണെന്ന. എങ്കിൽ ശരി അതൊക്കെ വിട്, നിന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്താ ചെയ്യുന്നത്? മിങ്ങിന്റെ അമ്മ അവർക്കൊന്നും ശല്യം കൊടുത്തില്ല. എന്നിട്ട് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ഇല്ല അതെന്തോ നീ അങ്ങനെ ചോദിച്ചാ? എന്നിട്ട് അവൾ ചോദിക്കും. അപ്പോഴാണ് അവനും അല്ല സാധാരണ അവർക്ക് ഒരാളായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ മാത്രം ടാർഗറ്റ് ചെയ്യാതെ അവർ ഫ്രണ്ട്സിനെല്ലാം എട്ടിന്റെ പണിയാണ് കൊടുക്കുന്നത്, അതാ ഞാൻ നിന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് ചോദിച്ചത്. എന്നിട്ട് അവനും പറയുമ്പോഴാണ് അവളും ചെറിയ ടെൻഷനായി. അയ്യോ അവരെ കുറിച്ച് എനിക്കൊരു വിവരമില്ലല്ലോ. എന്നിട്ട് പെട്ടെന്ന് ഷാൻഷായും ക്ലാസ്സിലേക്ക് ഓടി ചെല്ലും. അപ്പോഴാണ് അവിടെ ചെന്ന കാണാത്തോണ്ട് ഷാൻഷായും ലീ ചെന്നോട് പോയി. എന്നിട്ട് അവൾ ചോദിക്കും. അപ്പോഴാണ് ലീയും ഷാൻഷായി അവന്റെ വീട്ടിൽ നിന്ന് വിളിച്ചെന്ന് പറഞ്ഞ് അവനിപ്പോ പുറത്തു പോയതേ ഉള്ളൂ. എന്നിട്ട് അവളും പറയുമ്പോഴാണ് ഷാൻഷായി അവിടെ നേരെ ഹുവാങ്ങിനെ വിളിക്കും. അപ്പോഴാണ് അവളും കരഞ്ഞോണ്ട് അവളുടെ അച്ഛന്റെ ബിസിനസ് ലോസ് ആയതുകൊണ്ട് സ്ഥലം മാറി പോവാന്ന് പറയും. ഇത് കേട്ട് ഷാൻഷായും അവളെ കാണാൻ വേണ്ടി സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ചെൻ അവളിങ്ങനെ പോകുന്ന കണ്ടിട്ട് ഷാൻഷായി വിളിക്കും. ഇത് കണ്ട് ഷാൻഷായി അടുത്തേക്ക് വന്നിട്ട് ചെൻ നിനക്കൊല്ലം പ്രശ്നമുണ്ടോ, നീ ഇതിനെ ക്ലാസ്സിൽ നിന്ന് നേരത്തെ ഇറങ്ങിപ്പോയ? എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് അവനും ഷാൻഷായി എന്റെ അച്ഛന് കുറച്ച് ബിസിനസ് ലോസ് ഉണ്ട്, അതാ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് പോവാ. എന്നിട്ട് അവനും പറയുമ്പം ഷാൻഷായി അവനെ സമാനപ്പെടുത്തി അവനെ പറഞ്ഞേക്കും. അതിനുശേഷം അവളും ഹുവാങ്ങിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവളും കരഞ്ഞോണ്ട് ഷാൻഷായി എന്നെ കൊണ്ട് ഇനി ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, എന്റെ അച്ഛന്റെ ബിസിനസ് ലോസ് ആയതുകൊണ്ട് എനിക്ക് പോയാൽ പറ്റത്തുള്ളൂ. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് ഷാൻഷായും ഹുവാങ് നീ ഒന്നും ക്ഷമിക്കണ്ട, ഈ പ്രശ്നം ഞാൻ ഇപ്പൊ തന്നെ സോൾവ് ചെയ്യാം, നിങ്ങൾ ലക്കേജ് പാക്ക് ചെയ്യുന്നൊക്കെ നിർത്ത്, ഞാൻ ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ട് തരാം. എന്നിട്ട് അവളും നേരെ നമ്മുടെ മിങ്ങിന്റെ അമ്മയെ കാണാൻ വേണ്ടി പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.